കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. കൊലോഷ്യൻ ചാപ്റ്റർ 2 വേഴ്സ് 14, 15 രണ്ട് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. 14, 15 വായിച്ചാൽ മതി. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്ന് അവരെ ഓർപ്പിച്ചുണർത്തുന്ന 2 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഏകദേശം 30 വർഷത്തിലധികമായി ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞോ പിന്നീടുള്ള 10 വർഷം എൻ്റെ പഠനങ്ങളിലോ ഞാൻ കേട്ട പ്രസംഗങ്ങളിലോ ഒന്നും ക്രൂശിൽ എന്താണ് നടന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്നാൽ ആദ്യത്തെ 10 വർഷ കാലയളവ് കഴിഞ്ഞപ്പോഴാണ് എന്താണ് ക്രൂശിൽ നടന്നത്. നമ്മൾ സാധാരണ പ്രസംഗിക്കും, യേശു ക്രൂശ് എടുത്ത് കാൽവറിയിൽ പോയി നമ്മുടെ എല്ലാം പാപം ക്ഷമിച്ചു, ഇത്രയും പറഞ്ഞു നിർത്തുക. എന്നാൽ ക്രൂശ് കൊണ്ട് നമുക്ക് ലഭിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ 10 വർഷത്തിലധികം വേണ്ടി വന്നു. ഞാൻ ക്രൂശിൽ നടന്നത് എന്താണെന്ന് ചെറിയൊരു വിവരണം തന്നുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിച്ചാൽ മതി, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. സദൃശവാക്യം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയാം, യഹോവയെ നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പം ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് തൻ്റെ ഉദ്ദേശത്തിനാണ്. ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ടായിട്ടും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയാത്തത്? സ്തോത്രം. ക്രിസ്തു ദൈവത്തെ മനുഷ്യനെയും തമ്മിൽ തെറ്റിപ്പിക്കുന്ന ഏക ഘടകം പാപമാണ്. സ്തോത്രം. ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാൻ തടസ്സം പിശാചല്ല, നമ്മളിലെ പാപമാണ്. ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ ക്രൂശ് മരണത്തിൽ 3 കാര്യങ്ങൾ നടന്നതായിട്ട് നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിലുണ്ട്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകളെ മായ്ച്ചു കളയും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ദൈവത്തിന് മനുഷ്യനിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഒരു മനുഷ്യൻ ഉയർത്തപ്പെടണം. സ്തോത്രം. അവനെ ശുദ്ധീകരിച്ച് ദൈവപദ്ധതിക്ക് വേണ്ടി അവനെ ഒരുക്കിയെടുക്കുന്നത് കർത്താവിൻ്റെ വചനവും പരിശുദ്ധാത്മാവുമാണ്. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ക്രൂശ് മരണത്തിൽ 3 കാര്യങ്ങൾ നടന്നതായി ലേഖനങ്ങൾക്കകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ വായിക്കണമെന്നില്ല, ഞാൻ വായിക്കേണ്ട വാക്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. നിങ്ങൾക്കറിയാവുന്ന വാക്യം 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2-ാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത് ഗലാത്യ ലേഖനം 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചു. 3-ാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിലാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ക്രൂശിൽ നടന്ന 3 കാര്യം. 1, പാപത്തിന് ഒരു പരിഹാരം ഉണ്ടായി. 2, ശാപത്തിന് ഒരു പരിഹാരം ഉണ്ടായി. 3, ദൈവത്തിന് സ്തോത്രം, നമ്മൾ പഠിക്കുമ്പോൾ രോഗത്തിന് ഒരു പരിഹാരം ഉണ്ടായി. ഇത്
ഇപ്പം നടക്കുവല്ല, ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഈ തിരിച്ചറിവാണ് നിന്നെ വിടുവിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് നമുക്ക് ആ വചനഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുവരാം. നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തിനെ പുത്രൻ മായിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം, എല്ലാ മനുഷ്യനെയും ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയതാണ്. സ്തോത്രം, ശ്രദ്ധിക്കണം. എന്നാൽ മനുഷ്യനിൽ പാപം പെരുകിയപ്പോൾ ഈ പാപമെല്ലാം ദൈവത്തിന് മുമ്പിൽ ഒരു കടമായിട്ട് മാറി. സ്തോത്രം. നമുക്ക് വിരോധമായി ഒരു കടച്ചീട്ട് നിൽക്കുക, നമ്മൾ ചെയ്തു കൂട്ടിയ പാപം. ഹല്ലേലൂയ. ഈ പാപത്തിന് പരിഹാരം ഉണ്ടാകാൻ ഈ യഹൂദന്മാരുടെ അല്ലെങ്കിൽ റോമാക്കാരുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് അറബി രാജ്യത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കും. ശിക്ഷിച്ച് കഴിയുമ്പം ഗവൺമെൻറ് ആ ശിക്ഷിച്ചവനൊരു വിലയിടും. 10 ലക്ഷം രൂപ കൊടുത്താൽ ഇവനെ റിലീസ് ചെയ്യാം. ഇവനെ അടച്ച ജയിലിൻ്റെ മുമ്പിൽ ഒരു നോട്ടീസ് ഒഴിക്കും, ആർക്ക് വേണമെങ്കിലും 10 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ ഇവനെ റിലീസ് ചെയ്യാം. കാൽവറിയിൽ ഇതുതന്നെയാണ് നടന്നത്. സ്തോത്രം. നിന്റെ എൻ്റെയും മുകളിൽ ശത്രു എഴുതി വെച്ച ആ കടച്ചീട്ട് കർത്താവ് കാൽവറിയിൽ വെച്ച് റദ്ദ് ചെയ്തു. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇതാണ് നീ അറിയേണ്ട ഒന്നാമത്തെ തിരിച്ചറിവ്. ഇപ്പോൾ നീ ന്യായപ്രമാണത്തിന്റെ നുകത്തിന്റെ കീഴിലല്ല, കൃപയുടെ പ്രമാണത്തിലാണ്. തിരിച്ചറിയുന്നവരെ സ്തോത്രം ചെയ്യാവും. ഹല്ലേലൂയ. ഞാൻ ഇനി ഇതിനകത്ത് ആത്മീക ദൂതൂടെ കയറി പറയാം. ദൈവത്തിന്റെ സ്തോത്രം. 2000 വർഷം മുമ്പ് നിന്റെ മേലിരുന്ന കടച്ചീട്ട് എൻ്റെ ദൈവം റദ്ദ് ചെയ്തു. നിന്നെ അതിൽ നിന്നെല്ലാം കുറ്റവിമുക്തനാക്കി. എന്നിട്ട് ബൈബിളിൽ എഴുതുക, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. ഒരു മനുഷ്യനെ അശുദ്ധനാക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ രക്തം കൊണ്ട് ഒരു മനുഷ്യനെ ദൈവം വിശുദ്ധനാക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിന്നെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയതാണ്. എന്നോട് കർത്താവ് ഈ ദൂതെടുക്കുമ്പോൾ ഒരു വചനം പറയുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. ദൈവം തീരുമാനിച്ച ചില കാര്യങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോവുക. ഇന്നലകളിൽ നിന്റെ കുടുംബം അനുഭവിച്ച യാതനകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ദൈവം ഉദ്ദേശിച്ച ചില കാര്യം. ആത്മക്കണ്ണ് തുറന്ന പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ. ഞാനിവിടെ നിൽക്കുന്ന ചിലരോട് ആത്മാവിൽ പറയാം, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചേക്കുന്നത്, നിന്റെ ചുറ്റുപാടുകൾ കാണാത്തത്, നിന്റെ രക്തബന്ധങ്ങൾ കാണാത്തത്, നിന്റെ സ്നേഹിതര് കാണാത്തത്, നിനക്ക് വേണ്ടി. നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ വരാനുള്ള യോഗ്യതയില്ലായിരുന്നു. പക്ഷെ നമ്മളെ അവൻ യോഗ്യനാക്കി. ചില സമയത്തൊക്കെ നമ്മൾ അറിയാതെ യോഗത്തിനൊക്കെ വന്നിരിക്കുമ്പോൾ വാ വിട്ട് കരഞ്ഞു. കരയുന്നതിൻ്റെ കാര്യമാണ് അറിയാം, നമ്മൾ ആരായിരുന്നെന്ന് നമുക്കറിയാം. ഞാൻ ആരായിരുന്നെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. ഞാനിപ്പോൾ ആരായെന്നും ചോദിച്ചാൽ 2 വാക്കേ ഉള്ളത്, 2 അക്ഷരമാതിൻ്റെ ഉത്തരം യേശു. ഞാൻ ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ദൈവം നിന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ഒരുക്കിയതാ, ഉണ്ടാക്കിയതാ. ആ ഉദ്ദേശം നിന്റെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ ഫുൾഫില്ല് ചെയ്യണം. നീ കേട്ട പ്രവചനം കറക്റ്റാ, നീ കേട്ട വെളിപ്പാട് കറക്റ്റാ, നീ വായിച്ച ദൂത് കറക്റ്റാ. പക്ഷെ അതിലേക്ക് നിന്നെ വിടാതെ നിനക്ക് വിരോധമായി ചലിക്കുന്ന സകല കരങ്ങളും
ഞാൻ ഈ പറഞ്ഞത് ക്രൂശിൽ നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അതിനൊന്നും ചെയ്യണ്ട, അത് വിശ്വസിച്ചാൽ മതി. ക്രൂശ് കാണുമ്പോൾ ഓർക്കണം, എൻ്റെ കടച്ചീട്ട് വെട്ടി, എൻ്റെ കടം റദ്ദ് ചെയ്ത് എന്നെ അവൻ സ്വതന്ത്രനാക്കി. അതാണ് ക്രൂശിൽ നടന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഒരാത്മീക ദൂതൂടെ അതിനകത്ത് പറയാം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അന്നും ഇന്നും നിനക്ക് വിരോധമായി പലരും രേഖ എഴുതുന്നുണ്ട്. ഇന്നും ആ രേഖകളെ റദ്ദ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ഈ ഗുഡ് ഫ്രൈഡേ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുക, ഒരിക്കലും നീ കരകയറാത്ത വിധം നിനക്കെതിരെ ദുഷ്ടൻ എഴുതിയ പല എഴുത്തുകളും ഇന്നത്തെ ആരാധനയിൽ ദൈവം റദ്ദ് ചെയ്യട്ടെ. ജീസസ്, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും ഒരു ലെവലിനപ്പുറത്തോട്ട് കയറാൻ കഴിയാതെ നിന്നെ വല്ലാതെ ഞെരുക്കി അമർത്തുന്ന സകല വിരോധ രേഖകളും ഇന്നത്തെ പകലത്തെ ആരാധനയിൽ എൻ്റെ ദൈവം ക്യാൻസൽ. രണ്ടു കള്ളന്മാരുടെ നടുവിലാണ് യേശുവിനെ ക്രൂശിച്ചത്. ഒരു കള്ളൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. സ്തോത്രം. ഉടനെ അപ്പുറത്ത് കടന്ന കള്ളൻ പറഞ്ഞു, നാം തെറ്റ് ചെയ്തിട്ടാ ശിക്ഷിക്കപ്പെടുന്നു, ഇവനോ ഒരു തെറ്റും ചെയ്തില്ല.